നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നിലമ്പൂർ വയനാട് നഞ്ചൻകോട് റെയിൽപാത സംസ്ഥാന സർക്കാർ അട്ടിമറിക്കുന്നുവെന്നാരോപിച്ച് UDF NDA മുന്നണികൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ ജില്ലയിൽ പൂർണ്ണം. ബത്തേരി മൂലങ്കാവിൽ ഹർത്താൽ അനുകൂലികളും CPM പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടി 3 പേർക്ക് പരിക്ക്. നിരത്തിലിറങ്ങിയ വാഹനങ്ങളെ ഹർത്താൽ അനുകൂലികൾ തടഞ്ഞു. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. സർക്കാർ ഓഫീസുകളിലും ഹാജർ നില കുറവ്. സംസ്ഥാനത്ത് കുട്ടികൾക്കെതിരെയുള്ള ലൈംഗികാതിക്രമങ്ങൾ വർദ്ധിച്ചതായി ക്രൈം റെക്കോർഡ് ബ്യൂറോ റിപ്പോർട്ട്. ഒരു വർഷം റിപ്പോർട്ട് ചെയ്തത് 1766 കേസ്. കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായത് 1627 പേർ. കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത് എറണാകുളത്ത്. വയനാട്ടിൽ ലൈംഗികാതിക്രമത്തിന് ഇരയായത് 82 കുട്ടികൾ. കേരളത്തിലെ ആദിവാസി സമൂഹത്തിന് അവകാശപ്പെട്ട ഭൂമി തിരികെ നൽകണമെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ KP ശശികല ടീച്ചർ. സംസ്ഥാനത്തെ ആദിവാസി സമൂഹം തുടച്ചുമാറ്റപ്പെടുന്ന സാഹചര്യമാണെന്നും ടീച്ചർ. ഹിന്ദു അവകാശ സംരക്ഷണ ജാഥയ്ക്ക് ബത്തേരി നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ടീച്ചർ. സാമൂഹ്യ വനവൽക്കരണ വിഭാഗം വിതരണം ചെയ്യുന്ന തൈകളുടെ വില വർദ്ധിപ്പിച്ചു. വർധനവ് 4 രൂപ മുതൽ 10 രൂപ വരെ. വില വർധനവ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തിരിച്ചടി. സുൽത്താൻ ബത്തേരി ടൗണിലെ ഹൈമാസ്റ്റ് ലൈറ്റുകൾ നോക്കുകുത്തികളായി നിൽക്കുന്നത് 6 ഹൈമാസ്റ്റ് ലൈറ്റുകൾ. പാഴാവുന്നത് 4 ലക്ഷം രൂപ. ചുവപ്പ് നാടയിൽ കുരുങ്ങി കബനി കടമാന്തോട് ജലസേചന പദ്ധതിയെ പിന്നോട്ടടിക്കുന്നത് വകുപ്പ് അധികൃതരുടെ മെല്ലപ്പോക്കും അലംഭാവവും. പദ്ധതി എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണമെന്ന് കർഷകർ. നവീകരണം പൂർത്തിയാക്കിയ തലപ്പുഴ പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടനം 21-ന്. ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടനം നടക്കുന്നത് നിർമ്മാണം പൂർത്തിയാക്കി മാസങ്ങൾക്ക് ശേഷം. വിശദമായ വാർത്തകളിലേക്ക്. നിലമ്പൂർ വയനാട് നഞ്ചൻകോട് റെയിൽപാത സംസ്ഥാന സർക്കാർ അട്ടിമറിക്കുന്നുവെന്നാരോപിച്ച് UDF NDA മുന്നണികൾ ജില്ലയിൽ ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണം. ബത്തേരി മൂലങ്കാവിൽ ഹർത്താൽ അനുകൂലികളും CPM പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി. സംഘർഷത്തിൽ ലോക്കൽ സെക്രട്ടറി അടക്കം 3 പേർക്ക് പരിക്കേറ്റു. ഹർത്താലിന്റെ ഭാഗമായി കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു. നിരത്തിലിറങ്ങിയ വാഹനങ്ങളെ ഹർത്താൽ അനുകൂലികൾ തടഞ്ഞു. നിലമ്പൂര് വയനാട് നഞ്ചൻകോട് റെയിൽപാത സംസ്ഥാന സർക്കാർ അട്ടിമറിക്കുന്നുവെന്നാരോപിച്ച് UDF ജില്ലാ കമ്മിറ്റിയും NDA ജില്ലാ കമ്മിറ്റിയും പ്രഖ്യാപിച്ച ഹർത്താൽ ജില്ലയിൽ പൂർണ്ണമായിരുന്നു. മൂലങ്കാവിൽ ഹർത്താൽ അനുകൂലികളും CPM പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി. സംഘർഷത്തിൽ 3 CPM പ്രവർത്തകർക്ക് പരിക്കേറ്റു. മൂലങ്കാവ് ലോക്കൽ സെക്രട്ടറി CK ശ്രീജൻ, തേലമ്പറ്റ ബ്രാഞ്ച് സെക്രട്ടറി മെജോ, പാർട്ടി മെമ്പർ രാജേഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. കൈക്കും കാലിനും തലയ്ക്കും പരിക്കേറ്റ മൂവരെയും ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വൈകിട്ട് 5 മണിയോടെയാണ് ഇരുവിഭാഗങ്ങളും തമ്മിൽ മൂലങ്കാവിൽ വാക്കേറ്റമുണ്ടാവുകയും പിന്നീട് സംഘർഷമുണ്ടാവുകയും ചെയ്തത്. സംഭവം അറിഞ്ഞ് ബത്തേരി CI MD സുനിൽ, സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ബിജു ആന്റണി എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി രംഗം ശാന്തമാക്കി. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വൈകിട്ടും സ്ഥലത്ത് പോലീസ് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഹർത്താലിനെ തുടർന്ന് ജില്ലയിലെ കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു. ചുരുക്കം ചില ഇരുചക്ര വാഹനങ്ങളും സ്വകാര്യ വാഹനങ്ങളും മാത്രമാണ് നിരത്തിലിറങ്ങിയത്. നിരത്തിലിറങ്ങിയ വാഹനങ്ങളെ ഹർത്താൽ അനുകൂലികൾ തടഞ്ഞു. ബത്തേരി ടൗണിൽ അസംഷൻ ജംഗ്ഷനിൽ NDAയുടെ നേതൃത്വത്തിലും ചുങ്കത്ത് UDFന്റെ നേതൃത്വത്തിലും വാഹനങ്ങൾ തടഞ്ഞു. ആശുപത്രി, വിവാഹം തുടങ്ങിയ ആവശ്യങ്ങളുമായി എത്തിയ യാത്രക്കാരെ സമരക്കാർ കടത്തിവിട്ടെങ്കിലും മറ്റ് യാത്രക്കാരെ അല്പനേരം തടഞ്ഞതിനു ശേഷമാണ് കടത്തിവിട്ടത്. KSRTC ബത്തേരി ഡിപ്പോയിൽ നിന്ന് 7 സർവീസും മാനന്തവാടിയിൽ നിന്ന് 9 സർവീസും നടത്തി. എന്നാൽ കൽപ്പറ്റ ഡിപ്പോയിൽ നിന്നും സർവീസുകളൊന്നും നടന്നില്ലെന്നാണ് അറിയുന്നത്. സർക്കാർ ഓഫീസുകളിൽ ഹാജർ നിലയും കുറവായിരുന്നു. ബത്തേരി താലൂക്കിൽ ഇരുളം വില്ലേജ് ഓഫീസ് മാത്രമാണ് തുറന്ന് പ്രവർത്തിച്ചത്. മറ്റു വില്ലേജ് ഓഫീസുകൾ ഹർത്താൽ അനുകൂലികളെത്തി അടപ്പിച്ചതായി തഹസിൽദാർ അറിയിച്ചു. ഹർത്താലാണെന്നറിയാതെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുമെത്തിയ യാത്രക്കാരും വിനോദസഞ്ചാരികളുമാണ് ഏറെ വലഞ്ഞത്. വയനാട് ന്യൂസ്, ബത്തേരി. സംസ്ഥാനത്ത് കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ വർധനയെന്ന റിപ്പോർട്ട്. കേരള പോലീസിന്റെ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം ഒരു വർഷത്തിനിടെ 1766 കുട്ടികൾ സംസ്ഥാനത്ത് ലൈംഗിക അതിക്രമത്തിന് ഇരയായിട്ടുണ്ട്. കേരള പോലീസിന്റെ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം ഒരു വർഷത്തിനിടെ 1766 കുട്ടികൾ സംസ്ഥാനത്ത് ലൈംഗികാതിക്രമണത്തിന് ഇരയായി. 1627 പേരാണ് ഇതിനിടെ അറസ്റ്റിലായത്. ഏറ്റവുമധികം ബാല ലൈംഗിക പീഡനം നടന്നത് എറണാകുളം ജില്ലയിലാണ്. 224 കേസുകളാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തത്. ഇവരിൽ 207 പേർ ഇതിനോടകം പോലീസിന്റെ പിടിയിലായി. കുറവ് പീഡനം നടന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. ഇവിടെ 42 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. എന്നാൽ എല്ലാ പ്രതികളും അറസ്റ്റിലായി. തിരുവനന്തപുരം ജില്ലയിൽ 165 കുട്ടികളാണ് കഴിഞ്ഞ ഒരു വർഷ കാലയളവിൽ പീഡിപ്പിക്കപ്പെട്ടത്. ഈ കേസുകളിൽ 183 പ്രതികൾ അറസ്റ്റിലായി. കൊല്ലത്ത് 145 കേസുകളിലായി 147 പ്രതികളും അറസ്റ്റിലായി. വയനാട്ടിൽ 82 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. ഒരു വർഷ കാലയളവിൽ സംസ്ഥാനത്ത് 142 കുട്ടികളെ കാണാതായിട്ടുമുണ്ട്. വയനാട് ന്യൂസ്, കൽപ്പറ്റ.
കേരളത്തിലെ ആദിവാസി സമൂഹത്തിന് അവകാശപ്പെട്ട ഭൂമി തിരികെ നൽകണമെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ KP ശശികല ടീച്ചർ. സംസ്ഥാനത്തെ ആദിവാസി സമൂഹം തുടച്ചുമാറ്റപ്പെടുന്ന സാഹചര്യമാണെന്നും ടീച്ചർ ബത്തേരിയിൽ പറഞ്ഞു. ഹിന്ദു അവകാശ സംരക്ഷണ ജാഥയ്ക്ക് ബത്തേരിയിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. പാട്ടക്കാലാവധി കഴിഞ്ഞ മുഴുവൻ ഭൂമിയും ഏറ്റെടുത്ത് ഭൂരഹിതർക്ക് വിതരണം ചെയ്യണം. വനഭൂമിയിലും റവന്യൂ ഭൂമിയിലും മതചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള മുഴുവൻ കയ്യേറ്റങ്ങളും ഒഴിപ്പിക്കണമെന്നും ഇനിയും ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാതെ നോക്കേണ്ടത് ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമാണെന്നും അവർ പറഞ്ഞു. സ്വതന്ത്ര മൈതാനിയിൽ നടന്ന സ്വീകരണ സമ്മേളനത്തിൽ SNDP യോഗം ഡയറക്ടർ KK രാജപ്പൻ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. ഹിന്ദു ഐക്യവേദി ജില്ലാ അധ്യക്ഷൻ TD ജഗന്നാഥകുമാർ അധ്യക്ഷനായിരുന്നു. ഹിന്ദു ഐക്യവേദി സംസ്ഥാന സമിതി അംഗം വിനോദ് ഉച്ചർനാട്, ഹിന്ദു ഐക്യവേദി സംസ്ഥാന നേതാക്കളായ KP ഹരിദാസ്, A ശ്രീധരൻ, CP വിജയൻ, നൂഞ്ചൻ, KG സുരേഷ് ബാബു, CK ബാലകൃഷ്ണൻ, CK ഉദയൻ, B ബാലൻ, സരസ്വതി ടീച്ചർ, സജിത്ത്, സജികുമാർ എന്നിവർ സംസാരിച്ചു. ഒരു വേദനയും അനുഭവിക്കാത്ത ഒരു ഇരട്ടച്ചല്ല, അതിനപ്പുറത്തേക്ക് അന്യന്റെ വേദന അറിയാനുള്ള ഒരു കരളില്ല. എല്ലാവരെയും ഒരുപോലെ കാണാനുള്ള രണ്ട് കണ്ണിന് കാഴ്ചയുണ്ടെങ്കിൽ ഒരുപോലെ കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ കുട്ടുകുഴി അറിയില്ല. രണ്ട് കണ്ണിനും ഒരുപോലെ കാഴ്ചയുണ്ടെങ്കിൽ എല്ലാ ഭാഗത്തേക്കുള്ള കാഴ്ച ശരിയാവുള്ളൂ. അപ്പൊ രണ്ട് കണ്ണിന് കൃത്യമായി എല്ലാവരെയും, കേരളത്തിലെ ജനങ്ങളെല്ലാം ഇവിടെ എല്ലാവരും എന്റെ പ്രജകളാണ്, അല്ലെങ്കിൽ എന്നാൽ ഭരിക്കപ്പെടുന്നവരെല്ലാം എനിക്ക് തുല്യമാണ് എന്ന് കാണാനുള്ള രണ്ട് കണ്ണിന് കൃത്യമായ കാഴ്ചയുള്ള രണ്ട് കണ്ണ്, അങ്ങനെ ഒരു നേതാവ് അവിടെ ഇല്ല. വയനാട് ന്യൂസ്, ബത്തേരി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തിരിച്ചടിയായി സാമൂഹ്യ വനവൽക്കരണ വിഭാഗം തൈകളുടെ വില വർദ്ധിപ്പിച്ചു. 3 രൂപ മുതൽ 10 രൂപ വരെയാണ് തൈകളുടെ വില വർദ്ധിപ്പിച്ചിരിക്കുന്നത്. മുൻ വർഷങ്ങളിൽ ഒരു തേക്കിന്റെ കമ്പിന് 3 രൂപയായിരുന്നു ഈടാക്കിയത്. ഇത് 7 രൂപയായാണ് വർദ്ധിപ്പിച്ചത്. ചെറിയ കവറുകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന തൈകൾക്ക് 6 രൂപയിൽ നിന്ന് 17 രൂപയായി വർദ്ധിപ്പിച്ചു. വലിയ ഗ്രോബാഗുകൾക്ക് 45 രൂപയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. വിദ്യാലയങ്ങൾക്ക് നൽകി വരുന്ന സൗജന്യ പദ്ധതി തുടരും. തദ്ദേശ സ്ഥാപനങ്ങൾ, യുവജന സംഘടനകൾ, സർക്കാർ ഇതര സന്നദ്ധ സംഘടനകൾ, മതസ്ഥാപനങ്ങൾ, മാധ്യമ സ്ഥാപനങ്ങൾ, വ്യക്തികൾ എന്നിവർക്ക് 50 പൈസ മുതൽ 2 രൂപ വരെയുള്ള നിരക്കിൽ നൽകിയിരുന്ന തൈകൾക്കാണ് 7ഉം 17ഉം രൂപയായി വർദ്ധിപ്പിച്ചത്. നിലവിലുള്ള തുക ഉൽപാദന പരിപാലന ചെലവുകൾക്ക് പര്യാപ്തമാകുന്നില്ലെന്നും തുക വർദ്ധിപ്പിക്കണമെന്നും കാണിച്ച് സാമൂഹ്യ വനവൽക്കരണ വിഭാഗം ചീഫ് കൺസർവേറ്റർ സർക്കാരിന് കത്ത് നൽകുകയായിരുന്നു. ഈ ശുപാർശ സർക്കാർ അംഗീകരിക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷം പരിസ്ഥിതി ദിനാചരണങ്ങളുടെ ഭാഗമായി ജില്ലയിൽ 2.5 ലക്ഷത്തോളം തൈകളാണ് വിതരണം ചെയ്തത്. ബേഗൂർ, ചുഴലി, കുന്താണി എന്നിവിടങ്ങളിലെ നഴ്സറികളിലാണ് തൈകൾ ഉൽപ്പാദിപ്പിച്ചത്. തേക്കിന് പുറമെ മാവ്, പ്ലാവ്, മഹാഗണി, ഓറഞ്ച്, ഇരുമ്പൻപുളി, ആര്യവേപ്പ്, പേരയ്ക്ക, നെല്ലി, മന്ദാരം, പൂവരശ്, കണിക്കൊന്ന, ആത്തച്ചക്ക തുടങ്ങിയ തൈകളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഗുണനിലവാരമുള്ള തൈകളാണ് ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നതെങ്കിലും വില വർധനവ് തിരിച്ചടിയാകുമോ എന്ന ആശങ്ക വനം വകുപ്പിലെ ഒരു വിഭാഗം ജീവനക്കാർ പങ്കുവയ്ക്കുന്നുണ്ട്. കൂടാതെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് തൈ വിതരണം അധിക ബാധ്യതയാകും. യുവജന പ്രസ്ഥാനങ്ങൾ തൈ വിതരണത്തിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കാനും വില വർധനവ് കാരണമാക്കിയേക്കും. വയനാട് ന്യൂസ്, ബത്തേരി. സുൽത്താൻ ബത്തേരി ടൗണിൽ 4 ലക്ഷത്തോളം രൂപ മുടക്കി നിർമ്മിച്ച ഹൈമാസ് ലൈറ്റുകൾ കണ്ണടച്ചിട്ട് മാസങ്ങൾ. കോട്ടക്കുന്ന് മുതൽ കോടതി പരിസരം വരെയുള്ള സ്ഥലങ്ങളിൽ സ്ഥാപിച്ച ഹൈമാസ് ലൈറ്റുകളാണ് നോക്കുകുത്തിയായി നിൽക്കുന്നത്. ബത്തേരി ടൗണിൽ കോട്ടക്കുന്ന്, ചുങ്കം, ട്രാഫിക് ജംഗ്ഷൻ, ഗാന്ധി ജംഗ്ഷൻ, അസംഷൻ ജംഗ്ഷൻ, ലയൺസ് ഹാൾ പരിസരം എന്നിവിടങ്ങളിലാണ് വർഷങ്ങൾക്ക് മുമ്പ് ഹൈമാസ് ലൈറ്റുകൾ സ്ഥാപിച്ചത്. ബത്തേരി പഞ്ചായത്തായിരുന്ന സമയത്താണ് ഇവ സ്ഥാപിച്ചത്. ഓരോ ഹൈമാസ് ലൈറ്റിനും 4 ലക്ഷം രൂപ മുടക്കിയായിരുന്നു സ്ഥാപനം. ഇവ സ്ഥാപിച്ച് കുറച്ചുനാൾ പ്രകാശം ചൊരിഞ്ഞു. പിന്നീട് ഒന്നൊന്നായി കണ്ണടച്ചു. ഈ 6 ഹൈമാസ് ലൈറ്റുകളും ഇപ്പോൾ ഇരുട്ടിനു കൂട്ടായി നോക്കുകുത്തികളായി തുടരുന്ന കാഴ്ചയാണ്. 1-2 ഹൈമാസ് ലൈറ്റിലെ ചില ബൾബുകൾ മാത്രം പ്രകാശിക്കുന്നുണ്ട്. എന്നാൽ പ്രദേശത്ത് ആവശ്യമായ വെളിച്ചമില്ല. 4 ലക്ഷത്തോളം രൂപ മുടക്കി സ്ഥാപിച്ച ഇവയിപ്പോൾ ബത്തേരി ടൗണിന്റെ ശാപമായി മാറിക്കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് ഇവ നന്നാക്കി പ്രവർത്തന സജ്ജമാക്കണമെന്നാണ് ആവശ്യം. വയനാട് ന്യൂസ്, ബത്തേരി. ചുവപ്പുനാടയിൽ കുരുങ്ങി കബനി കടമാൻതോട് ജലസേചന പദ്ധതി. കബനി നദിയിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് കടമാൻതോട്ടിലെത്തിച്ച് ജലസേചനത്തിന് ഉപയോഗിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കബനി കടമാൻതോട് പദ്ധതി ആവിഷ്കരിച്ചത്. എന്നാൽ വകുപ്പ് അധികൃതരുടെ മെല്ലപ്പോക്കും അലംഭാവവും കാരണം പദ്ധതിയെ പിന്നോട്ടടിക്കുകയാണ്. കടമാൻതോട്ടിൽ പുതിയതായി 10ഓളം ചെറിയ തടയണകൾ കെട്ടി കബനിയിൽ നിന്ന് തോട്ടിലേക്ക് വെള്ളം പമ്പ് ചെയ്യാൻ ഉദ്ദേശിച്ചുള്ളതായിരുന്നു പദ്ധതി. പെരിക്കല്ലൂരിൽ കബനിയിൽ നിന്ന് 4 കിലോമീറ്റർ അകലെ മാടലിൽ കടമാൻതോടിനും ഒരു തടയണ ഉണ്ടാക്കിയിട്ടുണ്ട്. കബനി നദിയിൽ നിന്ന് ഈ തടയണയിലേക്കും
തടയണയ്ക്ക് താഴെ മാടൽ മുതൽ 11 കിലോമീറ്റർ അകലെ കടമാൻതോട് കബനിയിൽ ചേരുന്ന പഞ്ഞിമുക്ക് വരെയുള്ള ഭാഗത്തെ വയലുകളിലും ഈ പദ്ധതി യാഥാർത്ഥ്യമായാൽ വെള്ളമെത്തിക്കാം. ഈ ഭാഗത്താണ് ചേലൂർ, കടമ്പൂർ, മൂന്നുപാലം, വെള്ളക്കട, കവല, പഞ്ഞിമുക്ക് എന്നിവിടങ്ങളിലെ പാടശേഖരങ്ങൾ. കടമാൻതോട്ടിൽ പുതുതായി 10ഓളം തടയണകൾ കൂടി നിർമ്മിച്ചാൽ 11 കിലോമീറ്റർ ഭാഗത്തും വെള്ളമുണ്ടാകും. വയൽ കൃഷിക്കും കരകൃഷിക്കും വൈദ്യുതി മോട്ടോർ ഉപയോഗിച്ച് ആവശ്യത്തിന് വെള്ളമെടുക്കുകയും ചെയ്യാം. മാടൻ, ചേലൂർ, പട്ടാണിക്കൂപ്പ്, കടമ്പൂർ, മൂന്നുപാലം, മരക്കടവ് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം കരകൃഷിക്ക് യഥേഷ്ടം വെള്ളമെത്തിക്കാം. പെരിക്കല്ലൂരിൽ നിന്നും മാടലിലേക്ക് 4 കിലോമീറ്ററാണ് ദൂരമെങ്കിലും നദിയിൽ നിന്ന് 3 കിലോമീറ്റർ അകലെ UTC കവല വരെ വെള്ളം പമ്പ് ചെയ്താൽ മതിയാകും. ബാക്കിയുള്ള 1 കിലോമീറ്റർ ഭാഗം ചെരിവുള്ള സ്ഥലമായതിനാൽ സ്വാഭാവികമായി തോട്ടിലേക്ക് വെള്ളം ഒഴുകിയെത്തും. പദ്ധതിയുടെ വിശദമായ റിപ്പോർട്ടടക്കം 1 വർഷം മുമ്പ് നാട്ടുകാർ അധികൃതർക്ക് അപേക്ഷ നൽകിയിരുന്നു. അതിനുശേഷം ചെറുകിട ജലസേചന വകുപ്പിൽ നിന്ന് ഉദ്യോഗസ്ഥരെത്തി പദ്ധതിയെക്കുറിച്ച് പഠിക്കുകയും റിപ്പോർട്ട് തയ്യാറാക്കി അധികൃതർക്ക് നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് ഇതേക്കുറിച്ച് ഒരു നടപടിയും ഉണ്ടായില്ല. 10 തടയണകൾ നിർമ്മിക്കുന്നതിനുള്ള ആകെ ചെലവ് 3 കോടിയിൽ താഴെ മാത്രമാണ്. ഇത്രയും കുറഞ്ഞ ചെലവിൽ ഇത്രയും അധികം സ്ഥലത്ത് വെള്ളമെത്തിക്കാവുന്ന വേറെ ഒരു പദ്ധതി പോലും പുൽപ്പള്ളി മേഖലയിലില്ല. വേനൽക്കാലത്ത് മാത്രം കബനി നദിയിൽ നിന്ന് കടമാൻതോട്ടിലേക്ക് വെള്ളം പമ്പ് ചെയ്താൽ മതിയെന്ന പ്രത്യേകതയും പദ്ധതിക്കുണ്ട്. ഈ സാഹചര്യത്തിൽ പദ്ധതി നടപ്പിൽ ആക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. നവീകരിച്ച തലപ്പുഴ പോലീസ് സ്റ്റേഷന്റെ ഉദ്ഘാടനം മെയ് 21-ന് സംസ്ഥാന ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് നിർവഹിക്കും. നിർമ്മാണം പൂർത്തിയായി മാസങ്ങൾക്ക് ശേഷമാണ് സ്റ്റേഷന്റെ ഉദ്ഘാടനം നടക്കുന്നത്. കഴിഞ്ഞ ജനുവരി 8-ന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമെന്ന് അറിയിക്കുകയും എല്ലാവിധ തയ്യാറെടുപ്പുകൾക്ക് ശേഷം അവസാന നിമിഷം സുരക്ഷാ കാരണങ്ങളാൽ ഉദ്ഘാടനം മാറ്റിവെക്കുകയുമായിരുന്നു. ഇത് പിന്നീട് വിവാദവുമായിരുന്നു. മഴക്കാലത്ത് വെള്ളം കയറുന്ന വാടക കെട്ടിടത്തിലാണ് നിലവിലെ തലപ്പുഴ സ്റ്റേഷന്റെ പ്രവർത്തനം. പൊതുമരാമത്ത് വകുപ്പിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പോലുമില്ലാത്ത കെട്ടിടത്തിലാണ് സ്റ്റേഷനുള്ളത്. പഴയ ഇരുനിലം വീടിന് ബലക്ഷയം സംഭവിച്ചതിനാൽ സ്റ്റേഷനുള്ളിൽ താങ്ങുകാലുകൾ കൊടുത്തിട്ടുണ്ട്. ആകെയുള്ള 30ഓളം പോലീസുകാർ ജീവൻ പണയം വെച്ചാണ് ഈ കെട്ടിടത്തിൽ ജോലിയെടുക്കുന്നത്. അസൗകര്യങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയപ്പോഴാണ് ആധുനിക സൗകര്യങ്ങളോട് കൂടിയ പുതിയ സ്റ്റേഷൻ നിർമ്മിക്കാൻ തീരുമാനിച്ചത്. ഇതേ തുടർന്നാണ് പഴയ കെട്ടിടത്തിലേക്ക് താൽക്കാലികമായി സ്റ്റേഷന്റെ പ്രവർത്തനം മാറ്റിയത്. എന്നാൽ പുതിയ കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞുവെങ്കിലും നാളിതുവരെയും അങ്ങോട്ടേക്കുള്ള പറിച്ചുനടൽ നടന്നിട്ടില്ല എന്നുള്ളതാണ് വിരോധാഭാസം. കഴിഞ്ഞ ജനുവരി 8-ന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യാനിരുന്നതായിരുന്നുവെങ്കിലും മാവോയിസ്റ്റ് ഭീഷണിയുള്ളതിനാൽ തലപ്പുഴയിൽ സന്ധ്യയ്ക്ക് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കരുത് എന്ന രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടിന്റെ പേരിൽ അവസാന മണിക്കൂറിൽ ഉദ്ഘാടനം മാറ്റുകയായിരുന്നു. ഒരു പ്രിൻസിപ്പൽ SIയും ഒരു അഡീഷണൽ SIയും അടക്കം 30ഓളം പോലീസ് ഉദ്യോഗസ്ഥരാണ് ഈ കെട്ടിടത്തിൽ ജോലി ചെയ്യുന്നത്. 4 വനിതാ പോലീസുകാരടക്കമുള്ളവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഇവിടെയില്ല. ആകെയുള്ള 2 ബാത്റൂമിൽ ഒരെണ്ണം SIക്കായി മാറ്റിവെച്ചിരിക്കുകയാണ്. അവശേഷിക്കുന്ന ഒന്നിലാണ് വനിതകളടക്കമുള്ള സകലമാന പോലീസുകാരും പ്രാഥമിക കൃത്യങ്ങളും മറ്റും നിർവഹിക്കുന്നത്. ആകെയുള്ള ഈ ബാത്റൂമാകട്ടെ ഒട്ടും തന്നെ സുരക്ഷിതമല്ലാത്ത അവസ്ഥയിലാണുള്ളത്. വാതിലടക്കം പൊളിഞ്ഞു വീഴുന്ന നിലയിൽ ആകെ വിള്ളലുകളും മറ്റും വീണിരിക്കുന്നു. തുണികൊണ്ട് മറച്ച നിലയിലാണ് ബാത്റൂം സുരക്ഷിതമാക്കിയിരിക്കുന്നതെന്നും സൂചനയുണ്ട്. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകാൻ പുതിയ കെട്ടിടത്തിലേക്ക് മാറിയാൽ മതിയെന്നിരിക്കെ ഉദ്ഘാടകന് ലഭിക്കാത്തതിന്റെ മാത്രം പേരിൽ അപകടാവസ്ഥയിലായ പഴയ ഓടിട്ട വീട്ടിൽ സ്റ്റേഷൻ പ്രവർത്തിക്കേണ്ടി വരുന്നതിൽ നാട്ടുകാർക്കും അമർഷമുണ്ടായിരുന്നു. ഒടുവിൽ ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം മെയ് 21-ന് തലപ്പുഴ പോലീസിന് ശാപമോക്ഷം ലഭിക്കുകയാണ്. അന്ന ദിവസം രാവിലെ 9:30-ന് ധനമന്ത്രി തോമസ് ഐസക് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്യും. DGP രാജേഷ് ദിവാൻ IPS സ്വാഗതം ആശംസിക്കുന്ന ചടങ്ങിൽ MLA OR കേളു അധ്യക്ഷനായിരിക്കും. MI ഷാനവാസ് MP, CK ശശീന്ദ്രൻ MLA, IC ബാലകൃഷ്ണൻ MLA, കണ്ണൂർ റേഞ്ച് IG മഹിപാൽ യാദവ് IPS, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് T ഉഷാകുമാരി തുടങ്ങിയവർ സംബന്ധിക്കും. ബിജു കിഴക്കേടം, വയനാട് ന്യൂസ്, മാനന്തവാടി. കബനി തീരം വഴി അയൽ സംസ്ഥാനത്ത് നിന്നും സംസ്ഥാനത്തേക്ക് കഞ്ചാവ് കടത്ത് സജീവം. മുത്തങ്ങ തോൽപ്പെട്ടി വഴിയായിരുന്ന കഞ്ചാവ് കടത്ത് തടയുന്നതിനായി എക്സൈസ് പോലീസ് അധികൃതർ പരിശോധന കർശനമാക്കിയതോടെയാണ് കഞ്ചാവ് മാഫിയ കബനി തീരത്തെ ആശ്രയിച്ചു തുടങ്ങിയത്. ബാവലി മുതൽ കൊളവള്ളി വരെയുള്ള പുഴയോരങ്ങൾ വഴിയാണ് HD കോട്ട വഴിയെത്തുന്ന കഞ്ചാവ് ജില്ലയിലെത്തുന്നത്. കർണാടകയിൽ നിന്ന് വരുന്ന വാഹനങ്ങളും ബസ്സുകളിലുമായിരുന്നു നേരത്തെ ഇതിനായി ഉപയോഗിച്ചിരുന്നത്. എന്നാൽ പരിശോധന കർശനമാക്കിയതോടെ സംഘങ്ങൾ കബനി തീരം കേന്ദ്രീകരിക്കാൻ കാരണമായി. സഞ്ചികളിലും എയർ ബാഗുകളിലും മറ്റും നിറയ്ക്കുന്ന കഞ്ചാവ് ആരുടേതാണെന്ന് കണ്ടെത്താനും കഴിയാത്തതാണ് ഇപ്പോഴത്തെ പ്രശ്നം. പുൽപ്പള്ളി മേഖലയിൽ നിന്നും പുലർച്ചയ്ക്ക് പുറപ്പെടുന്ന ബസ്സുകളിലും മറ്റും കഞ്ചാവ് കടത്തുന്നതായി ആരോപണമുണ്ട്. കബനി തീരം വഴി കൊട്ടത്തോണിയിലും മറ്റുമാണ് കഞ്ചാവ് കടത്ത്. പെരിക്കല്ലൂരിൽ പോലീസ് ഔട്ട്പോസ്റ്റ് സ്ഥാപിച്ചുവെങ്കിലും യാതൊരു പ്രയോജനവും ഇല്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ബൈരക്കുപ്പ പഞ്ചായത്ത് ലഹരി വിമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചുവെങ്കിലും ലഹരി കടത്ത് തടയാൻ കഴിഞ്ഞിട്ടില്ല. മയക്കുമരുന്ന് കടത്ത് വർദ്ധിച്ച സാഹചര്യത്തിൽ തീരദേശങ്ങളിൽ പരിശോധന കർശനമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വയനാട് ന്യൂസ്, പുൽപ്പള്ളി.
കേരള സ്റ്റേറ്റ് ടൈലേഴ്സ് അസോസിയേഷൻ സംഘടന മറ്റേതെങ്കിലും സംഘടനയുടെ പേരിൽ വ്യാജ പ്രചരണം നടത്തിയിട്ടില്ലെന്നും സംഘടന നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ക്രെഡിറ്റ് നിലവിൽ പ്രവർത്തനമില്ലാത്ത ഏതെങ്കിലും സംഘടനയുടെ പേരിൽ ഉപയോഗിക്കുന്നില്ലെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുഴുവൻ പഞ്ചായത്തുകളിലും സംഘടന സജീവമാണെന്നും നേതാക്കൾ പറഞ്ഞു. KST എന്ന് പറയുന്ന സംഘടന കേരള സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത് എല്ലാ ജില്ലയിലും പ്രവർത്തിക്കാൻ ഉള്ള ട്രേഡ് യൂണിയൻ ആക്ട് പ്രകാരമുള്ള രജിസ്ട്രേഷനുള്ള ഒരു യൂണിയനാണ്. വയനാട് ജില്ലയിലെ എല്ലാ താലൂക്ക് കമ്മിറ്റികളും പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ സജീവമായിട്ട് എല്ലാ പഞ്ചായത്തിലും പ്രവർത്തനം നടത്തുന്ന തെയ്യത്തൊഴിലാളികളുടെ ഒരു സംഘടനയാണ്. ഈ സംഘടന കഴിഞ്ഞ ദിവസം കേളിച്ചർ വെച്ച് നടത്തിയ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട ഒരു വാർത്താ പത്രങ്ങൾ കൊടുത്തിരുന്നു. ആ വാർത്ത എല്ലാ മാധ്യമങ്ങളിലും വളരെ നന്നായിട്ട് തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ നമ്മുടെ ജില്ലയിലുള്ള ഒരു പത്രം, നമ്മുടെ യൂണിറ്റിന്റെ പേര് KSTA എന്നാണ്, കേരള സ്റ്റേറ്റ് ടൈലേഴ്സ് അസോസിയേഷൻ എന്നാണ്. പക്ഷേ KSTA എന്ന വാർത്ത വെച്ചുകൊണ്ട് ഒരു പത്രത്തിൽ ഒരു വാർത്ത വരികയുണ്ടായി. +2 പരീക്ഷയിൽ ജില്ലയ്ക്ക് അഭിമാനകരമായ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞത് അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും കൂട്ടായ പരിശ്രമ ഫലമായാണെന്ന് പനമരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TS ദിലീപ് കുമാർ. വള്ളംകൊല്ലിയിൽ A+ നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. NU ഉൽഹന്നാൻ അധ്യക്ഷനായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു പ്രകാശ്, ഗിരിജ കൃഷ്ണൻ, വർഗീസ് മുരിയൻകാവിൽ, ശിവരാമൻ പാറക്കുഴി, ജോസ് കണ്ടംതുരുത്തി തുടങ്ങിയവർ സംസാരിച്ചു. നിങ്ങളാക്കി മാറ്റിയ അച്ഛനമ്മമാർ, അതേപോലെ അധ്യാപകർ, അവരെയൊക്കെ ബഹുമാനിക്കുന്ന, മുതിർന്നവരെ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന ഒരു സംസ്കാരം നിങ്ങളിൽ എന്നും മുറുകെ പിടിക്കാൻ നിങ്ങൾക്ക് കഴിയണം. അതായിരിക്കും സമൂഹത്തിന് ഏറ്റവും ഉപകാരം. പടിഞ്ഞാറത്തറ JLS സയൻസ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ SSLC പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കലും കരിയർ ഗൈഡൻസ് ക്ലാസും സംഘടിപ്പിച്ചു. ആർക്കേഡ് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങ് കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശകുന്തള ഷൺമുഖൻ ഉദ്ഘാടനം ചെയ്തു. പ്രദേശത്തെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നും പരീക്ഷ എഴുതി മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയവരെയും 8 വിഷയങ്ങളിൽ വരെ A+ നേടിയവരെയുമാണ് ചടങ്ങിൽ വെച്ച് ഷീൽഡ് നൽകി അനുമോദിച്ചത്. വാർഡ് മെമ്പർ കണ്ടീൽ ഹാരിസ് അധ്യക്ഷത വഹിച്ചു. ഹാരിസ് മുഹമ്മദ്, ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു. ഉപരിപഠന സാധ്യതകളെക്കുറിച്ച് കരിയർ ഗൈഡൻസും ചടങ്ങിൽ വെച്ച് നൽകി. കുടിയേറ്റ മേഖലയായ മുള്ളംകൊല്ലിയിൽ കന്നുകാലികൾക്ക് ചികിത്സ നൽകാൻ സൗകര്യമില്ലാത്തത് ക്ഷീരകർഷകരെ ദുരിതത്തിലാക്കുന്നു. വരൾച്ച മൂലം കാർഷിക വിളകൾ കരിഞ്ഞുണങ്ങിയപ്പോൾ കർഷകർ പിടിച്ചുനിന്നത് ക്ഷീരമേഖലയെ ആശ്രയിച്ചാണ്. മേഖലയിൽ മെച്ചപ്പെട്ട ചികിത്സാ സംവിധാനം ഒരുക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. സംസ്ഥാന ശരാശരിയേക്കാൾ പാൽ ഉൽപാദനം പുൽപ്പള്ളി മേഖലയിലുണ്ട്. മുള്ളൻകൊല്ലിയിലെ ശശിമല സംഘത്തിൽ മാത്രം 5000-ലധികം ലിറ്റർ പാൽ ദിനംപ്രതി ശേഖരിക്കുന്നു. മൊത്തത്തിൽ 1,00,000-ഓളം ലിറ്റർ പാൽ പ്രതിദിനം ഇവിടെ അളക്കുന്നുണ്ട്. 7 ക്ഷീരസംഘങ്ങൾ ഇവിടെയുണ്ട്. 1/4 ലക്ഷത്തോളം പശുക്കളെയാണ് കർഷകർ ഇവിടെ വളർത്തുന്നത്. മിക്കതും മികച്ച ഇനത്തിലുള്ള പശുക്കളാണ്. എന്നാൽ അസുഖം വന്നാൽ ഇവയ്ക്ക് ചികിത്സ നൽകാൻ സംവിധാനമില്ലാത്തത് കർഷകരെ വലയ്ക്കുകയാണ്. പാടിച്ചിറയിൽ വെറ്റിനറി ഡിസ്പെൻസറി ഉണ്ടെങ്കിലും മുഴുവൻ സമയ ഡോക്ടറുടെ സേവനമില്ല. രാത്രി സമയത്ത് മൃഗങ്ങളെ ചികിത്സിക്കേണ്ട അവസ്ഥ വന്നാൽ ഒരു നിവൃത്തിയുമില്ല. മെച്ചപ്പെട്ട ചികിത്സ ലഭിക്കാതെ അനവധി പശുക്കൾ ചത്ത സംഭവം ഇവിടെയുണ്ടായിട്ടുണ്ട്. പശു ചാകുന്നതോടെ കുടുംബത്തിന്റെ വരുമാനവും നിലയ്ക്കും. വയനാട്ടിൽ വെറ്റിനറി കോളേജ് ഉണ്ടെങ്കിലും അതിന്റെ പ്രയോജനം ഗ്രാമീണ മേഖലയിലെ സാധാരണ കർഷകർക്ക് ലഭിക്കുന്നില്ലെന്നാണ് ആക്ഷേപം. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. നിർമ്മാണം ആരംഭിച്ച് 8 വർഷമായിട്ടും കബിനി പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച ചേകാടി പാലം തുറന്നുകൊടുക്കാൻ നടപടിയില്ല. അയൽ സംസ്ഥാനമായ കർണാടകയുമായി ബന്ധിപ്പിക്കുന്നതിന് തോണിക്കടവിലാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത്. അപ്രോച്ച് റോഡ് നിർമ്മാണം പൂർത്തിയാവാത്തതാണ് പാലം തുറന്നുകൊടുക്കുന്നതിന് കാലതാമസം നേരിടാൻ കാരണം. പുൽപ്പള്ളി, തിരുനെല്ലി, പൂതാടി, മുള്ളൻകൊല്ലി പഞ്ചായത്തുകളിലെ ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാകുന്ന റോഡായിട്ട് പോലും കരാറുകാരന്റെയും ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും അലംഭാവം മൂലമാണ് പാലം തുറന്നുകൊടുക്കാൻ കഴിയാത്തതെന്ന് നാട്ടുകാർ പറയുന്നു. മൈസൂർ, കുടക് പ്രദേശങ്ങളിലേക്ക് എളുപ്പത്തിലെത്താൻ കഴിയുന്ന പ്രധാന പാത കൂടിയാണിത്. 2016 മാർച്ച് മാസത്തിൽ UDF സർക്കാർ പാലം ഉദ്ഘാടനം ചെയ്യാൻ നടപടി ആരംഭിച്ചിരുന്നു. അപ്രോച്ച് റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയതിനു ശേഷം പാലം ഉദ്ഘാടനം ചെയ്താൽ മതിയെന്ന് അഭിപ്രായപ്പെട്ട ഒരു വിഭാഗം നാട്ടുകാർ ഉദ്ഘാടനത്തിനായി വിളിച്ചുകൂട്ടിയ സ്വാഗത സംഘയോഗം അലങ്കോലപ്പെടുത്തിയിരുന്നു. തുടർന്ന് LDF സർക്കാർ അധികാരത്തിലേറി 1 വർഷം കഴിഞ്ഞിട്ടും പാലം ഉദ്ഘാടനം ചെയ്യാൻ നടപടിയായില്ല. 3 മാസം മുമ്പ് CK ശശീന്ദ്രൻ MLA-യുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ സംഘം ഉൾപ്പെടെ ചേകാടി പാലം സന്ദർശിച്ച് നിർമ്മാണ പ്രവൃത്തികൾ വേഗത്തിലാക്കുമെന്ന് ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ ഇപ്പോഴാണ് റോഡിന്റെ അപ്രോച്ച് പണികൾ ആരംഭിക്കാൻ കരാറുകാരൻ തയ്യാറായത്. എന്നാൽ വേനൽമഴ ആരംഭിച്ചതോടെ അപ്രോച്ച് റോഡിന്റെ പ്രവൃത്തികൾ എന്നു തീരുമെന്നറിയാത്ത അവസ്ഥയാണ് ഇപ്പോൾ. ഈ മാസാവസാനം ജില്ലയിലെത്തുന്ന മന്ത്രിമാരെ കൊണ്ട് പാലം ഉദ്ഘാടനം ചെയ്യുമെന്ന് പറയുന്നുണ്ടെങ്കിലും അപ്രോച്ച് റോഡിന്റെ പ്രവൃത്തികൾ ഇഴഞ്ഞു നീങ്ങുന്നത് മൂലം പാലം ഉദ്ഘാടനം ഇനിയും വൈകുമോ എന്നത് ആശങ്കയിലാണ്. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. മൂപ്പൈനാട് പഞ്ചായത്ത് തയ്യാറാക്കിയ ആരോഗ്യ കലണ്ടർ ശ്രദ്ധേയമായി. ആരോഗ്യസമ്പന്നമായ വിവിധ ദിനങ്ങൾ പ്രതിപാദിക്കുന്നതിനോടൊപ്പം ദൈനംദിന ജീവിതത്തിൽ പാലിക്കേണ്ട ശുചിത്വ മര്യാദകളെപ്പറ്റി വിശദമായി ഉൾക്കൊള്ളിച്ചാണ് ആരോഗ്യ വിഭാഗം കലണ്ടർ തയ്യാറാക്കിയിരിക്കുന്നത്. പഞ്ചായത്തിലെ ഓരോ പൌരന്മാരെയും ശുചിത്വ ആരോഗ്യ കാര്യങ്ങളിൽ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കലണ്ടർ പുറത്തിറക്കിയിരിക്കുന്നത്. മൂപ്പൈനാട് ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ സയ്യിദ് അബ്ദുറഹ്മാനാണ് ആരോഗ്യ കലണ്ടർ എന്ന ആശയം മുന്നോട്ട് വെച്ചത്.
പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് മാറ്റിവെച്ച ഫണ്ടിൽ നിന്ന് ഫണ്ട് കണ്ടെത്തുകയും ഭരണസമിതി പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്തതോടെ ആരോഗ്യ കലണ്ടർ യാഥാർത്ഥ്യമായി. പകർച്ചവ്യാധികൾ തടയുന്നതിന് വേണ്ട പ്രാഥമിക നടപടികൾ, ഹൃദ്രോഗം വരാതിരിക്കാൻ ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, ലഘുമനോരോഗങ്ങൾ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ തുടങ്ങി പൊതുസമൂഹം ഇന്ന് അനുഭവിക്കുന്ന മിക്ക ആരോഗ്യ പ്രശ്നങ്ങളെപ്പറ്റിയും കലണ്ടറിൽ പ്രതിപാദിക്കുന്നുണ്ട്. പഞ്ചായത്ത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നും ലഭിക്കുന്ന സേവനങ്ങൾ കലണ്ടറിൽ വ്യക്തമാക്കുന്നു. മുപ്പൈനാട് ഗ്രാമപഞ്ചായത്തിന്റെ വികസന സെമിനാറിലാണ് കലണ്ടർ പ്രകാശനം ചെയ്തത്. ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ഇതിൽ നോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഡേറ്റ് നോക്കുന്ന ഒരു പ്രത്യേകതയല്ല ഈ കലണ്ടറിന്റെ ആവശ്യം വന്നിരിക്കുന്നത്. നമുക്ക് ഈ വർഷം കഴിഞ്ഞാൽ തന്നെ ഈ കലണ്ടർ സൂക്ഷിച്ചു വെക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായം. അവരോട് തുറന്നു പറഞ്ഞു ഞങ്ങൾ. കാരണം ഇതിൽ ഒരുപാട് നിർദ്ദേശങ്ങൾ നമ്മൾ അസുഖങ്ങളെ കുറിച്ചിട്ടുള്ളതൊക്കെ ഇവിടെ ഇതിൽ ബോധവൽക്കരണത്തിനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലൊരു കലണ്ടറായിട്ട് ഞങ്ങൾക്ക് മുപ്പനാട് പഞ്ചായത്തിന് കീഴിൽ ഇങ്ങനെ ഇറക്കാൻ സാധിച്ചത് ഒരു ആരോഗ്യമേഖലയിൽ നിന്നും വളരെ സന്തോഷത്തോടുകൂടിയാണ് ജനങ്ങളിലേക്ക് ഇത് എത്തിക്കുന്നത്. സാജർ പുത്തലൻ, വയനാട് ന്യൂസ്, മേപ്പാടി. ഗതാഗതം ദുഷ്കരമാക്കിയ പുൽപ്പള്ളി ചേകാടി വനപാത. 12 കിലോമീറ്റർ ദൂരം വരുന്ന ഈ വനപാതയിൽ പാളാക്കൊല്ലി മുതൽ വിലങ്ങാടി വരെയുള്ള 5 കിലോമീറ്റർ ദൂരമാണ് കാൽനടയാത്ര പോലും സാധ്യമാകാതെ തകർന്നിരിക്കുന്നത്. ഈ റൂട്ടിൽ 4.5 കിലോമീറ്റർ വനമാണ്. വീതി കുറഞ്ഞ വനപാതയിൽ മഴക്കാലത്ത് വെള്ളം കെട്ടി നിന്നാണ് റോഡ് തകരാൻ കാരണം. റോഡ് നന്നാക്കാൻ IC ബാലകൃഷ്ണൻ MLA 40 ലക്ഷം രൂപ അനുവദിച്ചുവെങ്കിലും ഈ തുക കൊണ്ട് 3 കിലോമീറ്റർ നിർമ്മാണം മാത്രം നടക്കുമെന്നാണ് അധികൃതർ പറയുന്നത്. വിലങ്ങാടി മുതൽ റീടാറിംഗ് ചെയ്യാൻ പഞ്ചായത്ത് തുക അനുവദിച്ചിട്ടുണ്ട്. റോഡ് നിർമ്മാണത്തിനുള്ള മുഴുവൻ തുകയും നീക്കിവെക്കാൻ പഞ്ചായത്തിന് കഴിയില്ല. മരാമത്ത് വകുപ്പ് സഹായിച്ചാൽ മാത്രമേ ചേകാടി പാതയുടെ നിർമ്മാണം നടക്കൂ. ചേകാടി റൂട്ടിൽ നിലവിൽ ഒരു KSRTC ബസ് സർവീസ് ഉണ്ട്. മുഖ്യമന്ത്രി താൽപര്യമെടുത്ത് അനുവദിച്ച സർവീസാണിത്. റോഡ് തകർന്നതിനാൽ സമയത്ത് ഓടിയെത്താനാകുന്നില്ലെന്നതാണ് ബസ്സുകാരെ അലട്ടുന്ന പ്രശ്നം. ബസ്സിന് തകരാറുകളും കൂടുതലാണ്. ഈ റൂട്ടിലെ ഏക പൊതുയാത്രാ സംവിധാനമാണിത്. സ്കൂൾ വിദ്യാർത്ഥികളും തൊഴിലാളികളും കർഷകരുമെല്ലാം ആശ്രയിക്കുന്നതും ഇതിനെ മാത്രമാണ്. ചേകാടിയിലേക്കും തിരിച്ചുമുള്ള തൊഴിലാളികൾ ഈ ബസ് ഇല്ലാത്ത ദിവസം പണിയുമില്ല. ഈ സാഹചര്യത്തിൽ റോഡ് എത്രയും പെട്ടെന്ന് ഗതാഗത യോഗ്യമാക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. തരുവണ ഗവൺമെന്റ് ഹൈസ്കൂളിൽ PTA-യുടെയും അക്ഷയ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു. തരുവണ ഹൈസ്കൂളിൽ വെച്ച് നടത്തിയ ക്ലാസ് PTA പ്രസിഡന്റ് KK അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. ഈ വർഷം SSLC, +2 പരീക്ഷകൾ എഴുതി വിജയിച്ച 100ഓളം വിദ്യാർത്ഥികൾ ക്ലാസ്സിൽ പങ്കെടുത്തു. കരിയർ ട്രെയിനർമാരായ അസ്ലം പേരാമ്പ്ര, KT ലത്തീഫ് എന്നിവർ ക്ലാസ് എടുത്തു. ഉദ്ഘാടന ചടങ്ങിൽ ഷാഫി, മുഹമ്മദ് അലി തുടങ്ങിയവർ സംസാരിച്ചു. വെള്ളവും തീറ്റയും തേടി കർണാടകയിലെ ബന്ദിപ്പൂർ, നാഗർഹോള വനമേഖലകളിൽ നിന്നും കാട്ടാനകൾ കൂട്ടത്തോടെ അതിർത്തി കടന്നെത്തുന്നത് കൃഷികൾ വ്യാപകമായി നശിക്കാൻ കാരണമാകുന്നു. സന്ധി മയങ്ങുന്നതോടെ കബനി തീരം കടന്നെത്തുന്ന ആനകൾ കർഷകരുടെ വാഴ, തെങ്ങ്, കവുങ്ങ് തുടങ്ങിയ വിളകളാണ് വ്യാപകമായി നശിപ്പിക്കുന്നത്. കർഷകർക്ക് പകൽ പോലും പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. വനാതിർത്തികളിൽ ഫെൻസിംഗും ട്രെഞ്ചും നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും പ്രയോജനമില്ലെന്നാണ് കർഷകർ പറയുന്നത്. ചെതലയം വനത്തിലെ പാതിരി വനമേഖലകളിൽ ഉദയക്കര, പാളക്കൊല്ലി, കുറിച്ചിപ്പറ്റ, ദാസനക്കര, പാക്കം തുടങ്ങിയ പ്രദേശങ്ങളിലും ആനശല്യം ദിനംപ്രതി വർദ്ധിച്ചിരിക്കുകയാണ്. 8-10 സംഘങ്ങളടങ്ങുന്ന ആനകളാണ് കൂട്ടമായി കൃഷിയിടങ്ങളിൽ ഇറങ്ങുന്നത്. വന്യമൃഗശല്യം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി സമരപരിപാടികൾ നടത്തിയെങ്കിലും യാതൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. പാതിരി വനമേഖലകളിൽ ആനകളുടെ എണ്ണം വർദ്ധിച്ചതോടെ ഉദയക്കര മുതൽ ചേകാടി വരെയുള്ള പാതയിൽ വാഹനങ്ങൾക്ക് നേരെ ആനകൾ ചീറിയെടുക്കുന്നത് മൂലം പകൽ പോലും ബൈക്ക്, ഓട്ടോ യാത്രക്കാർക്ക് ഇതിലെ യാത്ര ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. ആനശല്യത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പ്രദേശത്തെ കർഷകർ. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. വരൾച്ചയും കൃഷിനാശവും മൂലം കുരുമുളക് കൃഷി പൂർണ്ണമായി നശിച്ച കർഷകർക്ക് കുരുമുളക് പുനർകൃഷി ചെയ്യുന്നതിന് സബ്സിഡി നിരക്കിൽ കുരുമുളക് കൂടത്തൈകൾ വിതരണം ചെയ്യാൻ നടപടി വേണമെന്ന് ആവശ്യം. കാലാകാലങ്ങളായി കൃഷിവകുപ്പ് തുടരുന്ന രാസവള കീടനാശിനികൾ നൽകാൻ ഉപയോഗിക്കുന്ന ഫണ്ടുകൾ മാറ്റം വരുത്തി നടീൽ വസ്തുക്കൾ വിതരണം ചെയ്യണമെന്നാണ് കർഷകരുടെ ആവശ്യം. കുരുമുളക് കൃഷി പൂർണ്ണമായി നശിച്ച പുൽപ്പള്ളി മേഖലയിലെ കർഷകർക്ക് സാമ്പത്തിക പ്രതിസന്ധി മൂലം കുരുമുളക് വള്ളിത്തൈകൾ വാങ്ങി നടാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇതിന് പരിഹാരമായി കുരുമുളക് കൃഷിയെ വീണ്ടും സജീവമാക്കുന്നതിന് കുരുമുളക് കൃഷിയെ സംരക്ഷിക്കാൻ സർക്കാർ തലത്തിൽ നടപടി വേണം. വനം വകുപ്പും മറ്റും ലക്ഷക്കണക്കിന് വൃക്ഷത്തൈകൾ സൗജന്യമായി വിതരണം ചെയ്യുന്നുണ്ട്. ഇതേ രീതിയിൽ കുരുമുളക് തൈകൾ കർഷകർക്ക് വിതരണം ചെയ്യാൻ നടപടി വേണം. സംസ്ഥാന സർക്കാർ പുൽപ്പള്ളി, മുള്ളംകൊല്ലി പഞ്ചായത്തുകളിലെ കർഷകർക്കായി 80 കോടി രൂപയുടെ വനവൽക്കരണ നീർത്തട പദ്ധതികൾ തയ്യാറാക്കിയെങ്കിലും വരൾച്ചയും കൃഷിനാശവും മൂലം കുരുമുളക് കൃഷി പൂർണ്ണമായി നശിച്ച കർഷകർക്ക് പുനർകൃഷി ആരംഭിക്കുന്നതിന് സർക്കാർ തലത്തിൽ നടപടി സ്വീകരിച്ചിട്ടില്ല. ജില്ലയിലെ കൃഷിവകുപ്പ് ഇക്കാര്യത്തിൽ അലംഭാവമാണ് കാണിക്കുന്നത്. കൃഷിവകുപ്പ് വർഷങ്ങളായി കർഷകർക്കുള്ള ആനുകൂല്യങ്ങൾ രാസവളവും മറ്റ് കീടനാശിനികളും നൽകി
ഫണ്ടുകൾ ചിലവഴിക്കുകയാണ് ചെയ്യുന്നത്. ഇക്കാര്യത്തിൽ കൃഷിവകുപ്പ് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി നടീൽ വസ്തുക്കൾ വിതരണം ചെയ്യുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണം. കൃഷിമന്ത്രി ഉൾപ്പെടെയുള്ളവർ ജില്ലയിലെത്തുമ്പോൾ ഇക്കാര്യത്തിൽ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ ജില്ലയിലെ ജനപ്രതിനിധികൾ സമ്മർദ്ദം ചെലുത്തണമെന്നാണ് കർഷകരുടെ ആവശ്യം. ബെന്നി മാത്യു, വയനാട് ന്യൂസ്, പുൽപ്പള്ളി. വയനാട് ന്യൂസ് ഇനി മുതൽ യൂട്യൂബിലും ഫേസ്ബുക്കിലും ലഭിക്കും. യൂട്യൂബിൽ വയനാട് ന്യൂസ് ലഭിക്കാൻ youtube.com/user/വയനാട് വിഷൻ/വീഡിയോസ് എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഫേസ്ബുക്കിൽ വയനാട് ന്യൂസ് ലഭിക്കാൻ facebook.com/wb വയനാട് ന്യൂസ്. പ്രധാന വാർത്തകൾ വീണ്ടും. നിലമ്പൂർ വയനാട് നഞ്ചൻകോട് റെയിൽപാത സംസ്ഥാന സർക്കാർ അട്ടിമറിക്കുന്നുവെന്നാരോപിച്ച് UDF NDA മുന്നണികൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ ജില്ലയിൽ പൂർണ്ണം. ബത്തേരി മൂലങ്കാവിൽ ഹർത്താൽ അനുകൂലികളും CPM പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടി 3 പേർക്ക് പരിക്ക്. നിരത്തിലിറങ്ങിയ വാഹനങ്ങളെ ഹർത്താൽ അനുകൂലികൾ തടഞ്ഞു. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. സർക്കാർ ഓഫീസുകളിലും ഹാജർ നില കുറവ്. സംസ്ഥാനത്ത് കുട്ടികൾക്കെതിരെയുള്ള ലൈംഗികാതിക്രമങ്ങൾ വർദ്ധിച്ചതായി ക്രൈം റെക്കോർഡ് ബ്യൂറോ റിപ്പോർട്ട്. ഒരു വർഷം റിപ്പോർട്ട് ചെയ്തത് 1766 കേസ്. കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായത് 1627 പേർ. കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത് എറണാകുളത്ത്. വയനാട്ടിൽ ലൈംഗികാതിക്രമത്തിന് ഇരയായത് 82 കുട്ടികൾ. കേരളത്തിലെ ആദിവാസി സമൂഹത്തിന് അവകാശപ്പെട്ട ഭൂമി തിരികെ നൽകണമെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ KP ശശികല ടീച്ചർ. സംസ്ഥാനത്തെ ആദിവാസി സമൂഹം തുടച്ചുമാറ്റപ്പെടുന്ന സാഹചര്യമാണെന്നും ടീച്ചർ. ഹിന്ദു അവകാശ സംരക്ഷണ ജാഥയ്ക്ക് ബത്തേരി നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ടീച്ചർ. സാമൂഹ്യ വനവൽക്കരണ വിഭാഗം വിതരണം ചെയ്യുന്ന തൈകളുടെ വില വർദ്ധിപ്പിച്ചു. വർധനവ് 4 രൂപ മുതൽ 10 രൂപ വരെ. വില വർധനവ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തിരിച്ചടി. സുൽത്താൻ ബത്തേരി ടൗണിലെ ഹൈമാസ്റ്റ് ലൈറ്റുകൾ നോക്കുകുത്തികളായി നിൽക്കുന്നത് 6 ഹൈമാസ്റ്റ് ലൈറ്റുകൾ. പാഴാവുന്നത് 4 ലക്ഷം രൂപ. ചുവപ്പ് നാടയിൽ കുരുങ്ങി കബനി കടമാന്തോട് ജലസേചന പദ്ധതിയെ പിന്നോട്ടടിക്കുന്നത് വകുപ്പ് അധികൃതരുടെ മെല്ലപ്പോക്കും അലംഭാവവും. പദ്ധതി എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണമെന്ന് കർഷകർ. നവീകരണം പൂർത്തിയാക്കിയ തലപ്പുഴ പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടനം 21-ന്. ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടനം നടക്കുന്നത് നിർമ്മാണം പൂർത്തിയാക്കി മാസങ്ങൾക്ക് ശേഷം. ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.